സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ജന്മാദ്യസ്യ യദന്വയാത് ഇതരതശ്ചാർത്തേഷവിജ്ഞസ്വരാട്. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്തപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഭക്തജനങ്ങളെ, 12 ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ 41ാമത് അഖില ഭാരത സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭാഗവത സത്രം ഇന്നത് 3 മണിയോടുകൂടി ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേവരെയും ഭാഗവതത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള അതിൻ്റെ ഒരു സംഗ്രഹം, അതായത് 12ാമത്തെ സ്കന്ധത്തിലെ 12 അധ്യായത്തിൻ്റെയും അതേപോലെ 13ാം അധ്യായത്തിൻ്റെയും ചെറിയ വിവരണമാണ് ഇപ്പോൾ ഇവിടെ നൽകുന്നത്. അതായത് ഈ 12ാം അധ്യായം കേട്ടിട്ടുണ്ടെങ്കിൽ ഭാഗവതം മുഴുവൻ കേട്ട ബലം എന്നാണ് ഭക്തജന വിശ്വാസം. ഭക്തന്മാരത് നിത്യപാരായണം ചെയ്യുന്ന ഭാഗവത ഭക്തന്മാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് ഈ അധ്യായത്തിന്. അപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു സംഗ്രഹം ഈ സന്ദർഭത്തിലൊന്ന് അനുസ്മരിക്കാം. അതായത് ഭാഗവത ശ്രവണത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? മാഹാത്മ്യവും കൂടി ശ്രവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുന്നത് സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലുമാണ്. പത്മപുരാണം ഉത്തരഖണ്ഡത്തിലുള്ള 6 അധ്യായങ്ങളാണ് നമ്മൾ മാഹാത്മ്യമായിട്ട് ഇവിടെ വായിച്ചത്, ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ യജ്ഞാരംഭത്തിൻ്റെ തലേ ദിവസം എല്ലാ ശ്രോതാക്കളും ശ്രദ്ധയോടുകൂടി ഭാഗവത മാഹാത്മ്യം കേൾക്കണമെന്നാണ് വിധി. ഭഗവാന്റെ പ്രസാദം കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ എന്നാണ് പറയുക. ഭാഗവത ശ്രവണത്തിൻ്റെ ഫലം കൈവല്യാനുഭൂതിയാണെങ്കിലും അത് സർവാഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ്. ഇഹപരലോകങ്ങളിൽ എന്തെല്ലാം ഒരു ജീവൻ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ഭാഗവത ശ്രവണം കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. 335 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളും 18,000 ഗ്രന്ഥങ്ങളുമാകുന്ന കരചരണാദി അവയവങ്ങളോടുകൂടിയിട്ടുള്ള ഭാഗവതം
പ്രത്യക്ഷത്തിലുള്ള ശ്രീകൃഷ്ണ സ്വരൂപമാണ്. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഈ മാഹാത്മ്യത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനേകം കാര്യങ്ങൾ മാഹാത്മ്യത്തിൽ ഭാഗവതത്തിൻ്റെ മഹിമയായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അബോധാവസ്ഥയിലുള്ള ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സനകാദികളുടെ ഉപദേശപ്രകാരം നാരദ മഹർഷി ഭാഗവത സപ്താഹം നടത്തിയിട്ടാണ് അവർക്ക് ഉണർവുണ്ടായത് എന്നുള്ള കാര്യം പ്രത്യേകം അവിടെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിൽ ഭക്തിയെ അമ്മയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങളെ മക്കളായിട്ടും ചിത്രീകരിച്ചത് നമ്മളിവിടെ കേട്ടുകഴിഞ്ഞു. കൂടാതെ അമ്മയാകുന്ന ഭക്തിയെ യൗവനയുക്തയായിട്ടും അതേപോലെ ജ്ഞാനവൈരാഗ്യങ്ങളെ വൃദ്ധരായിട്ടുമാണ് മാഹാത്മ്യത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, മരണാനന്തരം ഗതി കിട്ടാതെ പാപശക്തിയാൽ പ്രേതമായി അലഞ്ഞു നടക്കുന്ന ജീവന്മാർക്ക് കൂടി ഭാഗവത ശ്രവണം കൊണ്ട് മുക്തി ലഭിക്കുന്നു. ദുന്ദുകാരിയുടെ ഉദാഹരണത്തിൽ കൂടെ അതവിടെ വെളിപ്പെടുത്തിയത് നമ്മൾ കേട്ടുകഴിഞ്ഞു. അതേപോലെ തന്നെ പിതൃക്കൾക്ക് സദ്ഗതിയുണ്ടാവാൻ ഭാഗവത ശ്രവണം വളരെ പ്രയോജനമാണ് എന്നൊക്കെ മാഹാത്മ്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗവത മഹാത്മ്യത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലെ ആ ശ്രവണവിധിയെക്കുറിച്ച് വളരെ വിസ്തരിച്ചു പറഞ്ഞു. ആചാര്യൻ എങ്ങനെയുള്ള ആളാവണം, ശിഷ്യന്മാർ അത് കേൾക്കുന്ന ശ്രോതാക്കളുടെ ഗുണം എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ന്യൂനത അധികത ഈ ദോഷങ്ങളില്ലാതെയാവണം ഭാഗവത യജ്ഞം നടത്തേണ്ടത്. ഭാഗവതം വായിച്ച് അതിലുള്ള അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ന്യൂനതയാണ്. എന്തെങ്കിലും അധികമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികതയാണ്. അപ്പോൾ അധികതയും ന്യൂനതയും ഇല്ലാതെയാണ് നടത്തേണ്ടത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭാഗവത മാഹാത്മ്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതാ ഇനി ഭാഗവതത്തിലെ ആ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭഗവാന്റെ പ്രത്യക്ഷത്തിലുള്ള സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തിൽ സൂതനാണ് ശൗനകാദികളായ ഋഷിമാർക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. ആ ശൗനകാദികളായ ഋഷിമാർ കലികാലത്തിൻ്റെ ആരംഭത്തിൽ നൈമിഷാരണ്യത്തിൽ സത്രം ദീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ യാഗശാലയിലേക്കാണല്ലോ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനും പുരാണകഥകൾ പറയുന്നതിൽ സമർത്ഥനുമായിട്ടുള്ള സൂതൻ കയറി വരുന്നത്. കലികാലത്തിൽ നിന്നുള്ള ദോഷനിവൃത്തിക്ക് എന്തു ചെയ്യണം, പാവനങ്ങളിൽ വെച്ച് പാവനം, ശ്രേയസ്സിൽ വെച്ച് ശ്രേയസ് എന്താണ് എന്ന് ചോദിക്കുന്നത് സൂതനോട്. കാലവ്യാളമുഖഗ്രാസത്രാശ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗവതം കേൾക്ക്, അങ്ങ് ഈ ചോദിച്ചതിനൊക്കെ ഉത്തരമാവും എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 19 അധ്യായങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളതാണ് പ്രഥമസ്കന്ധം. ആ പ്രഥമസ്കന്ധത്തിൽ വേദവ്യാസ മഹർഷി എന്തിനാണ് ഭാഗവതം എഴുതിയത്, ശ്രീശുഖബ്രഹ്മർഷി അത് പഠിക്കാനുള്ള കാരണമെന്താണ്, അതേപോലെ തന്നെ പരീക്ഷത്ത് പ്രായോപവേശം ചെയ്യാൻ ഉള്ള കാരണമെന്താണ്, ഇതിനൊക്കെ ഉത്തരം നമുക്ക് ഒന്നാമത്തെ സ്കന്ധത്തിൽ നിന്ന് ലഭിക്കണോ. മാത്രമല്ല വക്താവിനെയും ശ്രോതാവിനെയും കൂട്ടിയിണക്കി രംഗം സജ്ജീകരിക്കുകയാണ് പ്രഥമസ്കന്ധത്തിൽ. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ആ സത്യസ്വരൂപനായ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഭാഗവതം വായിക്കുന്നവരും കേൾക്കുന്നവരും എല്ലാവരും കൂടി നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. ബ്രഹ്മലക്ഷണമാണ് അതിൽ പറയുന്നത്. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നത് ഭഗവാനാണ്. അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ളവനാണ്. ഭഗവാനെ അറിയുന്നതിൽ വിദ്വാൻമാർ കൂടി മോഹിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനു നമസ്കാരം. ഭാഗവതത്തിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അങ്ങോട്ട് സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. വ്യാഖ്യാതാക്കന്മാർ വംശീധരൻ എന്ന പണ്ഡിതൻ 100 വിധത്തിലുള്ള വ്യാഖ്യാനമാണ് സത്യം പരം ധീമഹി എന്ന ശ്ലോകത്തിന് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒന്നാമത്തെ ശ്ലോകത്തിൽ കൂടെ മംഗളാചരണം കഴിഞ്ഞു. രണ്ടാമത്തെ ധർമ്മപ്രോചിത കൈതപത്രപരമോ എന്ന് തുടങ്ങുന്ന 3-ാം ശ്ലോകത്തിൽ വസ്തുനിർദ്ദേശം കഴിഞ്ഞു.
പിന്നീട് ഭാഗവത രചനയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്നാമത്തെ സ്കന്ധത്തിൽ പറയണു. അഥ നാനാശാസ്ത്രപ്രബന്ധൈഃ ചിത്തപ്രസദ്ധിം മലപമാനഃ തത്ര തത്ര അഭിരിദുഷ്യന്യേ ശ്രീനാരദോപദേശതഃ ഭാഗവതം നാമശാസ്ത്രം പ്രാരീപ്സകോ തത്ര ഭവാൻ വേദവ്യാസഃ എന്നിങ്ങനെയുള്ള വചനങ്ങളെ കൊണ്ടാണ് ശ്രീധരസ്വാമികളെ ശ്രീധരീയം എന്ന വ്യാഖ്യാനത്തിൽ ഭാഗവതത്തിൻ്റെ ഭാഗവത രചനയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അശ്വത്ഥാമാവിൻ്റെ പരാഭവം ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വധിച്ച മഹാഭാരതത്തിലെ കാര്യങ്ങൾ പറയണു. പിന്നീട് കുന്തി മാതാവ് സ്തുതിച്ച സ്തുതിയിൽ പറയുന്നു. 2 കാര്യങ്ങളാണ് കുന്തി മാതാവ് ഭഗവാനോട് ആവശ്യപ്പെട്ടത്. എപ്പോഴും ആപത്ത് വരണമേ, അതുപോലെ സ്വജനസ്നേഹം ഇല്ലാതാക്കി തീർക്കണമേ, ഈ സമ്പത്ത് വന്നാൽ അഹങ്കാരമുണ്ടാവും, അപ്പോൾ നമുക്ക് ഈശ്വരനെ മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുന്തി മാതാവ് ഇങ്ങനെയുള്ള 2 വരങ്ങൾ കൊടുത്തത്. അതും കൊടുത്ത് അനുഗ്രഹിക്കണു. പിന്നീട് അടുത്തതായിട്ട് ഒന്നാമത്തെ സ്കന്ധത്തിൽ ഭീഷ്മപിതാമഹൻ പാണ്ഡവന്മാരെ ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ പാണ്ഡവന്മാരെ സമാശ്വസിപ്പിക്കുന്നത്, പാണ്ഡവന്മാർക്ക് ധർമ്മോപദേശം ചെയ്യുന്നത്, ഭഗവാനെ സ്തുതിക്കുന്നത്. മഹാഭാരതത്തിൽ ആ സ്തുതി 100 ശ്ലോകങ്ങളിലായിട്ടാണ്. സ്തവരാജൻ എന്നാണ് ഇതിന് മഹാഭാരതത്തിൽ പറയുന്നത്. സ്തവരാജ സമാപ്തോയം വിഷ്ണോരത്ഭുതകർമ്മണ ഗാംഗേയേന പുരാഗീതോ മഹാപാതകനാശന എന്നാണ് അവിടെ ഇതിൻ്റെ പറയണത്. മഹാപാതകങ്ങളെ നശിപ്പിക്കുന്നതാണ് ഈ ഭീഷ്മർ സ്തുതിച്ചിട്ടുള്ള ആ സ്തുതി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് 12 ശ്ലോകങ്ങളിൽ സ്തുതിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ സർവേശ്വരത്വം, ഭഗവാന്റെ ഐശ്വര്യം മുതലായ 3 വിഷയങ്ങളാണ് ആ സ്തുതിയിൽ കൂടെ ഭീഷ്മപിതാമഹൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം അർജുനന് സാരഥിയായതിൽ കൂടെ കാണിക്കുന്നു. ഭഗവാന്റെ ഐശ്വര്യം ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ച ചരിത്രത്തിൽ കൂടെ പറയുന്നു. പാണ്ഡവന്മാർ നടത്തിയ രാജസൂയത്തിൽ ഭഗവാൻ അഗ്രാസന പൂജ ചെയ്തതിനെക്കുറിച്ച് ഭഗവാന്റെ ആ സർവേശ്വരത്തെക്കുറിച്ചൊക്കെ പ്രസ്താവിക്കണു. പിന്നീട് ആ പരീക്ഷത്തിൻ്റെ ജന്മം, അദ്ദേഹത്തിൻ്റെ രാജ്യം മുതലായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരീക്ഷത്തിൻ്റെ ഘൃഷിശാപമുണ്ടാകുന്നത്, ആ ഘൃഷിശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം പ്രായോപവേശം ചെയ്യുന്നത്, ഋഷികൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത്, അവരോട് മരണത്തെ അതിക്രമിക്കാനുള്ള മാർഗമെന്താണ്, എന്തു ചെയ്താൽ മരണത്തെ ഇല്ലാതാക്കാം, മരണാസന്നനായിട്ടുള്ള ആളുകൾ അനുഷ്ഠിക്കേണ്ട കർത്തവ്യമെന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഇവിടെ സൂതൻ എന്താണ് പറയണത്? നമോ ധർമായ മഹതേ നമ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ ഭക്ഷ്യേ സനാതനാൻ. ആ സനാതനധർമ്മമാണ് ഇപ്പോൾ ഈ ഭാഗവതത്തിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സംക്ഷേപമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് എന്ന് സൂതൻ പറയുകയാണ്. ആദ്യം ആ ധർമ്മത്തിന് നമസ്കരിക്കുന്നു. ദൃ എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന ശബ്ദമുണ്ടാകുന്നത്. ധർമ്മേ മതിർഭവതുപസ്തതോത്തിതാനാം സഖ്യ ഏകയേവ പരലോകഗതസ്യ ബന്ധു. ഈ നമ്മൾ ആചരിച്ച ധർമ്മം മാത്രമേ നമുക്ക് പരലോകത്തിൽ ബന്ധുവായിട്ടുള്ളൂ. ആ ധർമ്മത്തെ നമ്മൾ സർവാത്മന ആശ്രയിക്കണം. ആചാരപ്രഭവോ ധർമ്മ സ്തുത്യുക്ത സ്മാർത്തയേവച. ഭീഷ്മപിതാമഹനും പറയുന്നത് എന്താണ്? ആ ധർമ്മമാണ്, ആചാരമാണ് ധർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി. ആ ധർമ്മത്തെ നാം ഹനിച്ചാൽ ആ ധർമ്മം നമ്മളെ ഹനിക്കും. ധർമ്മത്തെ നമ്മൾ സംരക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് മനുവും മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ സനാതനധർമ്മം? സനാതനധർമ്മം എന്നൊരു ഭീഷണിയെ, വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. സനാതനധർമ്മം എന്ന ഒന്നും ഇല്ല എന്നൊക്കെയാണ് ചിലരിപ്പോൾ പറയണത്. പക്ഷേ അതൊക്കെ വെറും അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതിമഹത്തായിട്ടുള്ള ആധ്യാത്മിക സാംസ്കാരിക പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും മറ്റു രാജ്യങ്ങളിലെ സംസ്കാരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചമാണ് സത്യമായിട്ടുള്ളത്. ഇവിടുത്തെ സുഖഭോഗങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമെന്ന് കരുതണു. എന്നാൽ നമ്മളങ്ങനെയല്ല. കോഹം, ഞാൻ ആരാണ്,
കസ്മാദഹം ആഗതഹ, ഞാൻ എവിടെ നിന്ന് വന്നു, കിമർത്ഥം ആഗതഹ, എന്തിനു വേണ്ടി വന്നു എന്നൊക്കെ ചിന്തിക്കുകയും അതിനൊക്കെ ഉത്തരം കണ്ടുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭാരതീയരാണ്. ആർഷ സംസ്കാരം എന്നാണ് നമ്മുടെ സംസ്കാരത്തിനെ പറയുക. എന്താണ് ആർഷം എന്ന് വെച്ചാൽ? കൃഷി സംബന്ധമായത് എന്നർത്ഥം. ഈശ്വരതുല്യന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാരെ അവരുടെ ജീവിതാനുഭവത്തിൽ കൂടി വളർത്തിയെടുത്തിട്ടുള്ളതാണ്, വാർത്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം. അതിനെയാണ് ഹൈന്ദവധർമ്മം എന്ന് പറയുന്നത്. ആ ഹൈന്ദവധർമ്മത്തെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ആ സനാതനധർമ്മത്തെയാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഈ ഹിന്ദു എന്നതൊരു മതത്തിൽ ഉപരിയായിട്ട് ഒരു സംസ്കാരമാണ്. ആസിന്ധോ സിന്ധുപര്യന്ത യസ്യ ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സ്വവൈ ഹിന്ദുരിതി സ്മൃത. ഒരു നിർവചനം പറയാണ്. 3 ഭാഗവും സമുദ്രം, നമ്മുടെ ഭാരത പുണ്യഭൂമിയുടെ 4 വടക്കുഭാഗത്ത് ഉത്തര കൈലാസം അല്ലെങ്കിൽ ഹിമാലയ പർവ്വതം, ഇങ്ങനെ 4 അതിരുകളോടുകൂടിയതാണ് നമ്മുടെ ഈ ഭാരത പുണ്യഭൂമി. ഈ ഭാരത പുണ്യഭൂമിയിൽ വന്ന് പിറന്ന് നമ്മുടെ സനാതനങ്ങളായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ആരാണോ ഇതിനെ പിതൃഭൂമിയായും മാതൃഭൂമിയായും കരുതി ആദരിച്ചു വരുന്നത്, സവൈ ഹിന്ദുരീതി സ്മൃത, അങ്ങനെയുള്ള ആളെയാണ് ഹിന്ദു എന്ന് പറയുക. അപ്പോൾ ഒരു മതത്തിൽ നിന്നുപരിയായിട്ടൊരു സംസ്കാരമാണ്. വേദോപനിഷത്ത് വിഹിതമായിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം. വേദങ്ങളും ഉപനിഷത്തുകളുമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെങ്കിലും ശരി, അത് പ്രചരിക്കുന്നതും നിലനിൽക്കുന്നതും വ്യാപിക്കുന്നതും പുരാണേതിഹാസങ്ങളിൽ കൂടെയാണ്. മഹാദേവൻ തന്നെ പാർവതിയോട് ഒരു തവണ പറയുന്നുണ്ട്, വേദാർത്ഥാദധികം മന്യേ പുരാണാർത്ഥം വരാനനെ. വേദാർത്ഥത്തെക്കാൾ വലുതായിട്ടുള്ളതാണ് പുരാണാർത്ഥം. ആ വേദത്തിലും ഉപനിഷത്തിലും പറഞ്ഞ കാര്യങ്ങളെ സാധാരണ മനസ്സിലാവാൻ പറ്റാത്ത വിശേഷ കാലം വന്നപ്പോൾ അതിനെ വ്യാസൻ, വാൽമീകി മുതലായിട്ടുള്ള മഹാത്മാക്കളെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ആക്കി കഥാസ്വരൂപേണ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാ വേദാർത്ഥം ജ്ഞാതം മാനവാഹ അശക്താഹ അഭവൻ തഥാ തദർത്ഥജ്ഞാനം ലളിതം കർത്തും വ്യാസഃ പുരാണാനി നിർമ്മമേ. ആ വേദോപനിഷത്തുകളുടെ സാരം ലളിതമായിട്ട് കഥാസ്വരൂപേണ നമുക്ക് അവതരിപ്പിച്ചു തന്നതാണ് പുരാണേതിഹാസങ്ങളെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ സനാതനധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതമാണ് നമ്മളിവിടെ 10-12 ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ആ ശ്രീശുക ബ്രഹ്മർഷി പ്രായവിവേശം ചെയ്യുന്ന വീണ്ടും സൂതൻ പറയാണ്, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവശ്യം കേൾക്കേണ്ട ഭഗവാൻ വാസുദേവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കണു. അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സത്വതാംപതി. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വാസുദേവൻ്റെ കീർത്തനങ്ങളാണ് ഇതിൽ ആദ്യന്തം പറഞ്ഞിട്ടുള്ളത്. നാരായണനും ഇന്ദ്രിയങ്ങളുടെ നിയന്താവും ഭക്തന്മാരുടെ പതിയുമാണ് ആ ഭഗവാൻ. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ചതതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. എന്താണ് ഈ പുരാണത്തിൽ പ്രതിപാദ്യമായിട്ടുള്ള വിഷയം? അത്ര ബ്രഹ്മപരം ഗുഹ്യം, ബ്രഹ്മമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. അതാണിതിൽ വർണ്ണിച്ചിട്ടുള്ളത്. ആ ബ്രഹ്മതത്വത്തിൻ്റെ അനുഭവസ്വരൂപേണയുള്ള ജ്ഞാനവും ആ ജ്ഞാനപ്രാപ്തിക്കുള്ള അനുഷ്ഠാനവുമാണ് ഇതിൽ ആദ്യന്തം പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ബ്രഹ്മം എന്ന് വെച്ചാൽ? ബ്രഹ്മി എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്ന ശബ്ദമുണ്ടായിട്ടുള്ളത്. ബ്രഹ്മണത്വം, ബൃഹത്വം, വ്യാപനത്വം എന്നൊക്കെയാണ് ആ ബ്രഹ്മി എന്ന ധാതുവിന് അർത്ഥം പറയുന്നത്. എന്താ? ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, തത് കിം ബ്രഹ്മ, ഭഗവാനെ ഈ ബ്രഹ്മം എന്നാൽ എന്താണ് എന്ന്. അപ്പോൾ എന്താ ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്? അക്ഷരം പരമം ബ്രഹ്മ, നാശരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാറ്റിലും ഉത്കൃഷ്ടമായിട്ടുള്ള പരമവസ്തുവിനെയാണ് ബ്രഹ്മം എന്ന് പറയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏവം സർവകഥാശക്തി സാ ബ്രഹ്മേതി കഥ്യതേ, എല്ലാ നിക്കിലും വ്യാപിച്ചിരിച്ചിട്ടുള്ള ശക്തിവിശേഷത്തെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത് എന്ന് വേദവ്യാസൻ ദേവീഭാഗവതത്തിലും പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ കാര്യകാരണങ്ങൾക്ക് അതീതവും അറിവിന് വിഷയമല്ലാത്തതുമാണ് ആ ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഇപ്പോൾ ഈ ഭാഗവതത്തിൽ ആദ്യന്തം പ്രതിപാദിച്ചിട്ടുള്ള ആ വിഷയമെന്നിതാ ഇവിടെ സൂചിപ്പിക്കുന്നു.
അപ്പോൾ ഈ രാജാവിനോട് ഇവിടെ എന്താ ഇപ്പോൾ ചോദിച്ചത്? പ്രായോപവേശം ചെയ്യുന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അവിടത്തേക്ക് അനവധി മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. മരണത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുക, മരണാസന്നനായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കർത്തവ്യമെന്തെന്ന്. പക്ഷെ അവർക്ക് അതിന് ശരിയായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി അവിടെ ആഗതമാകുന്നത്. പിന്നീട് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധമാണ്. 10 അധ്യായങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളതാണ് ആ ദ്വിതീയ സ്കന്ധം. യോഗം, സാഖ്യം എന്നീ 2 തത്വശാസ്ത്രങ്ങളുടെ അനുഷ്ഠാനങ്ങളെയും അവയിൽ കൂടെ എങ്ങനെ മരണത്തെ ജയിക്കാമെന്നുള്ള സിദ്ധാന്തത്തെയും അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതത്തിലെ ഈ ദ്വിതീയ സ്കന്ധം ആരംഭിച്ചത്. യോഗം കൊണ്ട് ക്രമമുക്തിയെയും സാഖ്യം അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് സദ്യോമുക്തിയെയും പ്രാപിക്കാമെന്ന സിദ്ധാന്തത്തെ വളരെ യുക്തിപൂർവ്വം അവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. ജഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ആ സാഖ്യ സിദ്ധാന്തപ്രകാരമുള്ള ഈ ജഗത്ത് എങ്ങനെയുണ്ടായി. പിന്നെ അതിൽ 9-ാമത്തെ അധ്യായത്തിലാണ് ചതുശ്ലോകി ഭാഗവതം വരുന്നത്. ഭഗവാന്റെ നാഭിപങ്കജത്തിലുണ്ടായ ആ ബ്രഹ്മാവിന് സൃഷ്ടി സാമർഥ്യമുണ്ടാവാൻ വേണ്ടി ഭഗവാൻ 4 ശ്ലോകങ്ങളിലായിട്ട് ഭാഗവതം ഉപദേശിക്കുന്നു. അതിനെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മദേവൻ അതിനെ ഒന്നുകൂടി വിസ്തരിച്ച് ശ്രീനാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ശ്രീനാരദ മഹർഷി അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു. വേദവ്യാസൻ ആ ഉപദേശരൂപേണ കിട്ടിയിട്ടുള്ള ഭാഗവതത്തെ 18,000 ഗ്രന്ഥങ്ങളിലായി 335 അധ്യായങ്ങളിലായി 12 സ്കന്ധങ്ങളിലായി വിസ്തരിച്ച് ഭാഗവതമാക്കി എഴുതുന്നു. പിന്നീട് തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുകനെ അത് പഠിപ്പിക്കുന്നു. ശ്രീശുകൻ അത് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഭാഗവതം നമുക്ക് കിട്ടുന്നത്. പിന്നീട് 2-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ ഭാഗവതത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണ്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തര ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയ. അവിടെ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 12 വിഷയങ്ങളാണ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം മുതൽ 12 സ്കന്ധം വരെയുള്ള ഭാഗങ്ങളിലായിട്ട് വർണ്ണിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാ അധ്യായങ്ങളെയും വളരെ വിസ്തരിച്ച് പറയാൻ സമയമില്ല. വളരെ കുറച്ച് സംഗ്രഹിച്ച് പറയാനേ എല്ലാ സ്കന്ധങ്ങളെയും കുറിച്ച് പറയാൻ സമയം അനുവദിക്കണുള്ളൂ. ഭാഗവതത്തിലെ 3ഉം 4ഉം സ്കന്ധങ്ങൾ പരമഭാഗവതോത്തമനായിട്ടുള്ള വിതുരരും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംവാദമാണ്. ആ സംവാദത്തിൽ കൂടെയാണ് ശ്രീശുക ബ്രഹ്മർഷി ആ പരമമായിട്ടുള്ള തത്വത്തെ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. ത്രയത്രിംശൽ അധ്യായൈഹി സർഗവർണ്ണനം ക്രിയതേ. അതായത് 33 അധ്യായങ്ങളിൽ കൂടെ ഭഗവാന്റെ സർഗം എന്ന ലീലയെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. വരാഹാവതാരവും കപിലോപദേശവുമാണ് അതിലെ മുഖ്യമായിട്ടുള്ള 2 പ്രമേയങ്ങൾ തന്നെ. വരാഹാവതാരം കൊണ്ട് കർമ്മയോഗം പറയണു. കപിലോപദേശത്തിൽ കൂടെ ഭക്തി, സാഖ്യം, യോഗം, കർമ്മവിഭാഗം അല്ലെങ്കിൽ ജീവൻ്റെ സംസാരഗതി എന്നീ ശാസ്ത്രങ്ങളെ സാമാന്യം വിസ്തൃതമായ രീതിയിൽ കൂടെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ കപിലോപദേശത്തിൽ കപില മഹർഷിയാണ് സാഖ്യയോഗത്തിൻ്റെ ഉപജ്ഞാതാവ്. എന്താണ് ഈ സാഖ്യം എന്ന് വെച്ചാൽ? സംഖ്യായാഹ ഇതം സാഖ്യം. തത്വനിരൂപണ സമ്പ്രദായത്തിൽ കൂടെ ഈശ്വരനെ കണ്ടെത്തുന്ന സമ്പ്രദായത്തിനാണ് സാഖ്യം എന്ന് പറയുക. അത് വളരെ വിസ്തരിച്ച് അവിടെ പ്രതിപാദിച്ചു. പിന്നെ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ഈ യോഗം എന്ന് വെച്ചാൽ? യോഗ ചിത്തവൃത്തി നിരോധക. ഈശ്വരപ്രാപ്തിക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനെ പല യോഗങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നമുക്ക് സ്വീകാര്യമായത്, നമുക്ക് ഏതാണ് ശരിയായെന്ന് തോന്നിയത് സ്വീകരിച്ച് നമുക്ക് ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. അതിനാണ് ഈ മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നീട് യമ, നിയമ, പ്രാണായാമ, ആസന, പ്രത്യാഹാര, ധാരണ, സമാധയോ അഷ്ടാവങ്കാനി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി മുതലായിട്ടുള്ള 8 യോഗാംഗങ്ങളെക്കുറിച്ചുമുള്ള വിസ്തൃതമായിട്ടുള്ള വിവരണം ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കണു. ജീവൻ്റെ സംസാരഗതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണു.
പല വിധത്തിലുള്ള രാജസഭക്തി, താമസഭക്തി, സാത്വിക ഭക്തി മുതലായ ഭക്തികളെക്കുറിച്ച് നിർഗുണ ഭക്തിയാണ് നമ്മൾ വളർത്തേണ്ടത്. ഗംഗാനദി എപ്രകാരമാണോ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി ഗംഗയിൽ സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്നത്, അതേപോലെ മനസ്സ് ഭഗവാനിലേക്ക് എത്തുമാറാവണം. അതിനാണ് നിർഗുണ ഭക്തി എന്ന് പറയുക. ആ നിർഗുണ ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങളും കപിലവാസുദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് സ്വയംഭൂമനു, ശതരൂപ എന്നീ വ്യക്തികൾ എന്നീ രണ്ടുപേരെ പുരുഷനെയും സ്ത്രീയെയും മനുഷ്യ സമുദായത്തിൻ്റെ ആദിമ വ്യക്തികളായിട്ട് അവതരിപ്പിക്കുന്നു. അനന്തരം അവരുടെ അഞ്ച് സന്താനങ്ങളിൽ കൂടെ ഈ ജഗത്തിലെ പ്രജാസൃഷ്ടി വളർന്നതിനെക്കുറിച്ചൊക്കെ പറയണു. അപ്പോൾ വ്യക്തിയുടെ അപൂർണതാബോധമാണ് സൃഷ്ടിയുടെ രഹസ്യമെന്ന് അതിൽ കൂടിയൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ആ ദേവഹൂതി മാതാവിൻ്റെ അവസാനത്തെ പുത്രനാണ് കപിലവാസുദേവൻ. 9 പെൺകുട്ടികളായിരുന്നു. ഉപദേശം കേട്ടവർ മുക്തയായി. അപ്പോൾ 10 പ്രസവിച്ച ഒരു സ്ത്രീക്ക് കൂടി ഭാരത പുണ്യഭൂമിയിൽ മോക്ഷത്തിന് അവകാശമുണ്ട്, മോക്ഷം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം അവസാനിക്കുന്നത്. 10 പ്രസവിച്ച ഒരു മാതാവിന് കൂടി മോക്ഷത്തിന് അധികാരമുണ്ടെങ്കിൽ ആർക്കാണ് അതിന് അർഹതയില്ലാത്തത്? എല്ലാവർക്കും അർഹതയുണ്ട്. ഉള്ള അർഹതയെ ദുരാചാരം കൊണ്ട് കളഞ്ഞു കുളിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം അവസാനിക്കുന്നത്. ഇനി 31 അധ്യായങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളതാണ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധം. ആ ചതുർത്ഥ സ്കന്ധത്തിൽ ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം എന്നിങ്ങനെ രസകരങ്ങളായ 4 ഉപാഖ്യാനങ്ങളിൽ കൂടെയാണ് ആ പരമമായിട്ടുള്ള തത്വത്തെ ശ്രീശുഖബ്രഹ്മർഷി ഇവിടെ ഉത്ബോധിപ്പിച്ചത്. ആ ദക്ഷയാഗത്തിൽ കൂടെ അഹങ്കാരത്തിൻ്റെ കാര്യം, ആ ദക്ഷൻ നമ്മുടെ നാട്ടിൽ ഈശ്വരാരാധന 3 വിധത്തിലാണ് പ്രധാനമായിട്ട്: ശൈവമായിട്ട്, ശാക്തേയമായിട്ട്, അതേപോലെ തന്നെ വൈഷ്ണവമായിട്ട്. വിഷ്ണുവിനെ ഉപാസിക്കുന്നവരെ വൈഷ്ണവന്മാരെ, ശക്തിയെ ഉപാസിക്കുന്നവരെ ശാക്തേയന്മാരെ, അതേപോലെ തന്നെ ശിവനെ ഉപാസിക്കുന്നവരെ ശൈവന്മാരെ എന്ന് പറയും. ഇതിൽ മത്സരമരുത്, ഇതിൽ മത്സരമോ സ്പർദ്ധയോ അരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നാശമാണ് എന്നാണ് ലക്ഷപ്രജാപതിയിൽ കൂടെ പറയുന്നത്. ഇവിടെ ഏത് ഈശ്വരനാവട്ടെ, ഏത് വിധത്തിലുള്ള ആരാധനയാകട്ടെ, അതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? ഒന്നാണ് ഈശ്വരപ്രാപ്തി. വിവേകാനന്ദ സ്വാമികളെ വിദേശത്ത് ചെന്നപ്പോൾ സായിപ്പന്മാരൊക്കെ ചോദിച്ചോത്രേ, നിങ്ങൾക്ക് എത്ര മതഗ്രന്ഥങ്ങളാണ്, എത്ര ഈശ്വരന്മാരാണ് എന്ന്. അപ്പോൾ അതിലാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ അന്തസ്സത്ത കുടിക്കൊള്ളുന്നത് എന്ന് പറയുകയാണ്. ഭിന്നരുചിഹി ലോകാഹ, ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും പ്രത്യേകവും താല്പര്യവും. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. ഏകാസത് വിപ്രാ ബഹുധാ വദന്തി, ഇവിടെ ഉണ്മയുള്ളത് എന്താണ്? ഒന്ന് മാത്രമേയുള്ളൂ. അപ്പോൾ അതിനെ പ്രാജ്ഞന്മാർ പല വിധത്തിൽ ആരാധിക്കുന്നു, പല വിധത്തിൽ അതിനെ പൂജിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഈശ്വരാരാധനയിൽ നമ്മളെ മത്സരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാശമാണ് ഫലം എന്ന് ദക്ഷൻ്റെ ചരിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അഹങ്കാരം ഏറിയിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഫലം ദക്ഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അഹങ്കാര ശാപത്തിൽ കൂടെ മുന്നോട്ട് പോയാൽ ആപത്താണ് ഫലം. ഇവിടെ കർത്താവും ഭോക്താവുമായി ഈശ്വരൻ മാത്രമേയുള്ളൂ. ഈശ്വര മഹിമയാണ് ഈ ജഗത്ത്. സത്യധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരസ്വരൂപമായിട്ടുള്ള ജഗത്തിനെ ആരാധിക്കൂ, നിങ്ങൾ അമരന്മാരായിത്തീരുമെന്ന് ഭാഗവതം നമ്മൾ ഓരോ കഥകളിൽ കൂടെയും ഓരോ ദൃഷ്ടാന്തങ്ങളിൽ കൂടെയും നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ ആ ഉത്താനപാദ രാജാവിൻ്റെ ചരിത്രം പറയണു. ഉത്താനപാദ രാജാവ് 2 വിവാഹം കഴിച്ചു. ആദ്യ ഭാര്യയിൽ സന്താനമില്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ വിവാഹം. രണ്ടാമത്തെ വിവാഹത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. സ്ത്രീജിതനായിട്ടുള്ളൊരു ഗൃഹസ്ഥൻ അനുഭവിക്കേണ്ടി വന്ന ആ വിഷമതകളെ മുഴുവൻ തന്നെ മനോഹരമായിട്ട് ആ ഉത്താനപാദൻ്റെ ചരിത്രത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ധ്രുവൻ്റെ ചരിത്രം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഏത് വിഷമം പിടിച്ച പ്രശ്നത്തിനും ഉത്തമ പരിഹാരം ഈശ്വരഭജനമാണ്. ഈശ്വര സേവ കൊണ്ട് ഭഗവാനെ സൽപാത്മന ആശ്രയിക്കുന്നത് കൊണ്ട് എല്ലാം അമംഗളങ്ങളും ഇല്ലാതായിത്തീരും. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടൊരാൾക്ക് എവിടെ ചെല്ലുന്നുവോ അവിടെയൊക്കെ ആ ആളെ പൂജിക്കാനും ബഹുമാനിക്കാനും സൽക്കരിക്കാനും ആളുകളുണ്ടാവും എന്നുള്ള പാഠമൊക്കെ ആ ധ്രുവൻ്റെ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവൻ്റെ സംസാരഗതിയെ പുരഞ്ജനോപാഖ്യാനത്തിൽ കൂടെ
വെളിപ്പെടുത്തുന്നു. പിന്നെ പ്രദേശത്തുക്കളുടെ ചരിത്രത്തിൽ കൂടെ സത്സംഗത്തിൻ്റെ മഹിമ, സത്സംഗമാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇതാ നമുക്ക് ഇവിടെ ഈ ചതുർത്ഥ സ്കന്ധത്തിൽ കൂടെ പ്രസ്താവിച്ചു. ഇനി പഞ്ചമസ്കന്ധമാണ്. ആ പഞ്ചമസ്കന്ധത്തിലെ 26 അധ്യായങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം. സ്വയംമനുവിൻ്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതൻ്റെ വംശപരമ്പരയോട് കൂടിയിട്ടാണ്, ഈ പുത്രൻ്റെ ചരിത്രത്തോടു കൂടിയിട്ടാണ് അതവിടെ ആരംഭിച്ചത്. പ്രിയവ്രതൻ്റെ പുത്രൻ അഗ്നീന്ദ്രൻ, അഗ്നീന്ദ്രൻ്റെ പുത്രൻ നാഭി, നാഭിയുടെ പുത്രനായിട്ട് ഭഗവാൻ ഋഷഭദേവൻ എന്ന പേരിൽ അവതരിക്കുന്നു. ആ ഋഷഭദേവന് 100 പുത്രന്മാർ. അതിൽ 9ാമത്തെ പേരെയാണ് കവിഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന തുടങ്ങിയിട്ടുള്ള നവയുഗങ്ങളായിട്ട് പറഞ്ഞത്. ആ മൂത്തപുത്രനാണ് ആ ഭരതൻ. ഋഷഭദേവൻ തൻ്റെ മൂത്തപുത്രനായ ഭരതന് രാജ്യം കൊടുത്ത് പരിവ്രാജകനായി പോകുമ്പോൾ ഒരു ഉപദേശം നൽകുന്നു. അത് ഭാഗവതത്തിലെ ഋഷഭോപദേശം എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം, മനുഷ്യജീവിതം കൊണ്ട് സാധിക്കേണ്ടതായ പ്രയോജനം, അതേപോലെ തന്നെ സജ്ജനങ്ങളുടെ മഹത്വമൊക്കെ വളരെ വ്യക്തമായിട്ട് ഋഷഭദേവൻ ഉപദേശിക്കുന്നു. പിന്നീട് ആ രഘുഗണൻ്റെയും ഭരതൻ്റെയും ഭരതൻ്റെ ചരിത്രമാണ്. ആ ഭരതൻ്റെ സൽഭരണം കൊണ്ടാണ് അജനാഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മൾ അധിവസിക്കുന്ന ഈ വിഭാഗത്തിന് ഭാരതം എന്ന പേര് വന്നത് എന്ന ചരിത്രവും പഞ്ചമസ്കന്ധത്തിൽ പറയുന്നു. ആ ഭരതൻ ഭരതൻ ബലി കൊടുക്കാൻ തീരുമാനിക്കണു. ഭദ്രകാളി തന്നെ ആവിർഭവിച്ച് ഭരതനെ രക്ഷിക്കണു. പിന്നെ ആ ഭരതൻ രഘുഗണന് ഉപദേശം നൽകുന്നു. ആ ഉപദേശത്തിന് ശേഷം 14 ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ബ്രഹ്മാണ്ഡത്തിൻ്റെ വിസ്തൃതമായ വിവരണം, അതേപോലെ തന്നെ ആ ജ്യോതിർഗണങ്ങളുടെ സൂര്യൻ, ചന്ദ്രൻ, രാഹു മുതലായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും വിവരണം, ശിംസുമാര സ്വരൂപത്തിൻ്റെ വർണ്ണന, അവസാനം നരകങ്ങളുടെ വർണ്ണന കൂടി പറഞ്ഞുകൊണ്ടാണ് പഞ്ചമസ്കന്ധം ശ്രീശുക ബ്രഹ്മർഷി സമർപ്പിച്ചത്. പിന്നീട് ഷഷ്ഠസ്കന്ധം ആരംഭിക്കുകയാണ്. 19 അധ്യായങ്ങളെ കൊണ്ടുള്ള ഷഷ്ഠസ്കന്ധത്തിൻ്റെ ആദ്യത്യം തന്നെ തിരുനാമത്തിൻ്റെ മാഹാത്മ്യത്തെ കീർത്തിക്കുന്ന അജോമിളോപാഖ്യാനത്തെക്കുറിച്ച് പറയണു. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരുമേറ്റവുമന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. അറിയാതെ പോലും നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വലുതാണ് എന്ന് പറയുകയാണ്. നൃണാം അബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ജഗത്യഗൗഘാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിയത യഥാംസിയത ഔഷധം ഗതാൻ ഇതി പ്രഭോ ത്വൽപുരുഷാബഭാഷിരേ. പുത്രൻ്റെ നാമം ജപിച്ചിട്ടാണ് മരണകാലത്ത് അജാമിളന് വിഷ്ണുപക്ഷന്മാരുമായി സമ്പർക്കമുണ്ടായത്. കാലഭാഷത്തിൽ നിന്ന് അവർ മോചിപ്പിച്ചത്. അപ്പോൾ അറിയാതെ പോലും ഭഗവത് നാമം ജപിച്ചാലുള്ള ഫലം അതിൽ കൂടെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നീട് വൃത്രാസുരൻ്റെ ചരിത്രമാണ്. പിന്നീട് പ്രദേശത്തുക്കളുടെ ചരിത്രം പറയണു. പിന്നെ ആ നാരായണ കവചം എന്ന കവചസ്തോത്രം ഈ 6ാമത്തെ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലായിട്ട് പറഞ്ഞു തരുന്നു. പുരാണേതിഹാസങ്ങളിലൊക്കെ ഓരോ കവചസ്തോത്രങ്ങൾ, ദേവി കവചമുണ്ട്, സുബ്രഹ്മണ്യ കവചമുണ്ട്, അതേപോലെ തന്നെ ഓരോ ദേവീദേവന്മാരെക്കുറിച്ചുമുള്ള കവചസ്തോത്രമുണ്ട്, സരസ്വതി കവചമുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള നാരായണ കവചം. ഏതുവിധ ആപത്തിനെയും ഇല്ലാതാക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് അത് എന്നുള്ള ബലശ്രുതി കൂടിയും അവിടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ വക ചരിത്രങ്ങളിൽ കൂടെയൊക്കെ ആ ചിത്രകേതുവിൻ്റെ ചരിത്രം പറയുന്നു. ആ ഭഗവാന്റെ പരമമായിട്ടുള്ള തത്വത്തെയൊക്കെ ഈ കഥകളിൽ കൂടെയൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നു ശ്രീ സുഖബ്രഹ്മർഷി. പിന്നെ കർമ്മവാസനകളുടെ ശക്തിയെക്കുറിച്ചിട്ടാണ് 15 അധ്യായമുള്ള സപ്തമസ്കന്ധത്തിൽ വർണ്ണിച്ചത്. ആ ജയവിജയന്മാർക്ക് വൈകുണ്ഠത്തിലുണ്ടായ ഒരു കർമ്മവാസനയുടെ ഫലമായിട്ട് 3 ജന്മങ്ങളാണ് അവർക്ക് വേണ്ടി വന്നത് അസുരന്മാരായിട്ട്. അവരുടെ ആദ്യത്തെ ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, 2ാമത്തെ ജന്മമാണ് രാവണനും കുംഭകർണനും, 3ാമത്തെ ജന്മമാണ് ശിശുപാലനും ദന്തവക്ത്രനും. അപ്പോൾ അങ്ങനെ അവർക്ക് വൈകുണ്ഠത്തിലെത്തിയ ജയവിജയന്മാർക്ക് പോലും ഇത്രയും കർമ്മവാസനയുടെ ബലം തീർക്കാൻ 3 ജന്മങ്ങൾ വേണ്ടി വരുമെങ്കിൽ അനുനിമിഷം കർമ്മവാസനകൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്ഥിതി എന്താവും എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ്.
പിന്നെ ഹിരണ്യകശിപുവിൻ്റെ ചരിത്രം, പുണ്യപ്രദമായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ചരിത്രം. ഹിരണ്യകശിപുവിന് 5 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പുത്രൻ മാത്രമാണ് അസുരന്മ സംസ്കാരത്തിന് അതീതമായിട്ട് ഭക്തനായിട്ട് വർത്തിച്ചത്. അതിൻ്റെ ബലമെന്താണ്? ആ വംശത്തിലുണ്ടാവുന്ന എല്ലാവരും തന്നെ പാവനരമായി തീരാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് വർണ്ണാശ്രമധർമ്മങ്ങളുടെ വിസ്തരിച്ചിട്ടുള്ള ആ വിവരണം നാരദ മഹർഷി പാണ്ഡവന്മാർക്ക് നിറഞ്ഞ ആ രാജസൂയ സദസ്സിലെ യാഗശാലയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ഭാരതീയ ജീവിതം പുരാതന കാലം മുതൽക്ക് തന്നെ വർണ്ണാശ്രമങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. 4 വർണ്ണങ്ങളെ, 4 ആശ്രമങ്ങളെ, അതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സപ്തമസ്കന്ധം അവസാനിക്കുന്നത്. പിന്നീട് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധമാണ്. മന്വന്തരകഥനമാണ് അഷ്ടമസ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം. കാലത്തിൻ്റെ അതിദേവന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികളെയാണ് മനുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ അധികാരികൾ രാജാവ് എന്നതുപോലെ കാലത്തിൻ്റെ അധിപതികളാണ് മനുക്കൾ. ഒരു മനുവിൻ്റെ ഭരണകാലം 71 ചതുർയുഗങ്ങളാണ്. അങ്ങനെ 14 മനുക്കളുടെ ഭരണകാലത്തെയാണ് ഒരു കൽപ്പമെന്ന് പറയുന്നത്. ഈ വർത്തമാന കൽപ്പത്തിലെ 14 മനുക്കളുടെ ചരിത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള രൂപമാണ് 24 അധ്യായങ്ങളുള്ള ഈ അഷ്ടമസ്കന്ധത്തിൽ കൂടെ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത്ത മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. കൂട്ടത്തിൽ ചില മനുക്കളുടെ കാലത്ത് നടന്ന കാര്യങ്ങളെന്ന നിലയിൽ തത്വോത്ബോധനങ്ങളും കൂടി നടത്തുന്നുണ്ട്. 4ാമത്തെ മനുവിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഗജേന്ദ്രമോക്ഷം, അതേപോലെ തന്നെ 6ാമത്തെ മനുവിൻ്റെ കാലത്ത് നടന്ന പാലാഴീമദനം, 7ാം മനുവിൻ്റെ കാലമായ ഈ വർത്തമാന മന്വന്തരത്തിൽ നടന്ന വാമനാവതാരം അല്ലെങ്കിൽ മഹാബലി ചരിതം, അവസാനമായിട്ട് മത്സ്യാവതാരം ഒക്കെ ഇവയൊക്കെയാണ് അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഇവയെല്ലാം തന്നെ തത്വോത്ബോധകമാണ്. ജീവൻ്റെ സംസാരഗതിയെയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെയുമാണ് ഗജേന്ദ്രമോക്ഷത്തിൽ കൂടെ ശ്രീശുഖബ്രഹ്മർഷി വർണ്ണിച്ചത്. എങ്ങനെ സാധിക്കാമെന്ന് 2ാമത്തെ കഥയായിട്ടുള്ള പാലാഴീമദനം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അവസാനമായിട്ട് ആ ഭഗവത് പ്രസാദം കൊണ്ട് അസാധ്യമായ കാര്യം കൂടി സാധിക്കാമെന്ന് മത്സ്യാവതാര ചരിത്രം കൊണ്ട് നമുക്ക് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ പറഞ്ഞു കൊടുത്ത രൂപത്തിൽ കൂടെ നമ്മളെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ മനുക്കളുടെ കാലത്തുണ്ടായ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അഷ്ടമസ്കന്ധത്തിൽ. പിന്നീട് നവമസ്കന്ധമാണ്. 24 അധ്യായങ്ങളെ കൊണ്ട് അലങ്കൃതമാണ് ഭാഗവതത്തിലെ നവമസ്കന്ധം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചന്ദ്രവംശത്തിലെയും സൂര്യവംശത്തിലെയും രാജാക്കന്മാരുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിലെ ഒരുപാട് ഭഗവത് കഥകളും ഇതിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യവും പറയുന്നു. സൂര്യനിൽ നിന്നുണ്ടായ അർത്ഥത്തിലാണ് സൂര്യവംശം. ആ സൂര്യവംശത്തിലാണ് സൗബരി, ശര്യാദി മുതലായിട്ടുള്ള രാജാക്കന്മാർ, യുവനാശ്വൻ, മന്ദാതാവ്, ത്രിശങ്കു, ഹരിശ്ചന്ദ്രൻ, സഗരൻ മുതലായിട്ടുള്ള ഭഗീരഥൻ മുതലായിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം പറയുന്നു. ആ ഹരിശ്ചന്ദ്രൻ്റെ ചരിത്രം വളരെ വിശേഷമായിട്ട് പറയുന്നു. എന്തെല്ലാം പ്രതികൂല സാഹചര്യമുണ്ടായിട്ടും സത്യത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മഹത്തരമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പല തന്ത്രങ്ങളും നോക്കി. അതിനെയൊക്കെ തന്നെ ആ ഹരിശ്ചന്ദ്രൻ അങ്ങോട്ട് അതിജീവിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ അഷ്ടമസ്കന്ധത്തിലെ ഹരിശ്ചന്ദ്രൻ്റെ കഥയിൽ കൂടെ. അപ്പോൾ സത്യത്തിൻ്റെ മഹത്വം പ്രത്യേകം പറയുകയാണ്. സത്യമെന്നത് എന്താണ്? ഈശ്വരനാണ്. സത്യമെന്നതോ ബ്രഹ്മമധു തന്നെ. പൂന്താനം വളരെ വ്യക്തമായിട്ട് ജ്ഞാനപ്പാലയിലും പറയുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇംഗ്ലീഷുകാരോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ എന്ത് ആയുധമാണ് എടുത്തത്? സത്യമാകുന്ന ആയുധമാണ് എടുത്തത്. സത്യത്തിൻ്റെ മഹത്വം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഹരിശ്ചന്ദ്രൻ്റെ കഥയിൽ കൂടെ. ഗാന്ധിജിയുടെ അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കും ആ ഹരിശ്ചന്ദ്രൻ്റെയും അതേപോലെ പുരാണ കഥകളും ഈശ്വര കഥകളുമൊക്കെ. അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യം, അഹിംസ, സത്യാഗ്രഹം. സൂര്യനസ്തമിക്കാത്ത ആംഗലേയ സാമ്രാജ്യത്തിൻ്റെ അസ്ഥിവാരത്തെ ഈ ആയുധങ്ങളെ, സത്യവും അഹിംസയുമൊക്കെ ആകുന്ന ആയുധങ്ങളെ കൊണ്ട് പിടിച്ചു കുലുക്കാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചു. അഹിംസയുടെ പാഠം എവിടെ നിന്നാണ് പഠിച്ചത്? ബുദ്ധനിൽ നിന്ന്. ഇങ്ങനെ പുരാണ കഥകളിൽ നിന്നൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. അതിനുശേഷം പിന്നീട്
ആ സൂര്യവംശത്തിൻ്റെ ചരിത്രം അതിൽ ആ സൂര്യവംശത്തിൻ്റെ ഉപവംശമാണ് നിമിവംശം. ആ വംശത്തിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി രാവണാദികളായ ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പുത്രനായിട്ട് ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം അയോധ്യയിൽ കൗസല്യയുടെയും ദശരഥൻ്റെയും പുത്രനായി ശ്രീരാമൻ എന്ന പേരിൽ അവതരിച്ചത്. രാവണാദികളായ ദുഷ്ടന്മാരെയൊക്കെ സംഹരിച്ച് സീതയെ വീണ്ടെടുത്ത് അയോധ്യയിൽ ചെന്ന് പട്ടാഭിഷേകം ചെയ്ത് രാജാവായിട്ട് അനവധി കാലം പ്രജാക്ഷേമ തൽപരനായിട്ട് രാജ്യം ഭരിച്ചു. ശ്രീരാമൻ്റെ രാജഭരണം എങ്ങനെയാണ്? വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, രാമോ രാജമുപാസിത്വാം. രാജഭരണം എന്നത് ഒരു ഉപാസനയായിട്ട് നമുക്ക് ഈശ്വരനെ ഭജിക്കുമ്പോൾ, ഈശ്വരനെ സേവിക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടോ, എത്ര ആനന്ദമുണ്ടോ, അതേപോലെയാണ് തൻ്റെ പ്രജകൾക്ക്, തൻ്റെ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു സൗഭാഗ്യമായി കരുതിക്കൊണ്ടാണ് ജനസേവനം നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? എല്ലാവർക്കും ആർക്കും വിഷമമില്ല. കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, താമസിക്കാൻ പാർപ്പിടം, വൈധവ്യ ദുഃഖമില്ല, ബാലമരണമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്തിനെയാണ് എന്തെന്ന് പറയുക? രാമരാജ്യം എന്ന് പറയുക. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിജിയോട് ചോദിച്ചു അത്രേ ആളുകളെ, ബാപ്പുജി, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഏത് വിധത്തിലുള്ള ഭരണ സംവിധാനമാണ് അങ്ങ് ഇവിടെ വിഭാവനം ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഗാന്ധിജി എന്താ പറഞ്ഞത്? ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു, രാമരാജ്യം. ശ്രീരാമചന്ദ്രസ്വാമി എങ്ങനെയാണോ ഇവിടെ രാജ്യം ഭരിച്ചിരുന്നത് അതേപോലെയുള്ള ഒരു ഭരണ സംവിധാനമാണ് എൻ്റെ വിഭാവനയിൽ ഉള്ളത് എന്ന്. പക്ഷേ അതൊക്കെ ഗാന്ധിജി വെടിയേറ്റു മരിച്ചു. സ്വാതന്ത്ര്യം കിട്ടി, അതൊക്കെ പിന്നെ ഇല്ലാതാകുന്നു ആ സ്വപ്നമൊക്കെ തന്നെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ആ ഭക്തിയുടെ മഹിമയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അംബരീഷൻ്റെ ചരിത്രം പറയുന്നു. ദുർവാസാവിൻ്റെ അംബരീഷനിൽ നിന്ന് പുറപ്പെട്ട ചക്രായുധത്തിൽ നിന്ന് രക്ഷ നേടാൻ ദുർവാസാവ് പല ദിക്കിലും പോയി. വീണ്ടും ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ എന്താണ് പറഞ്ഞത്? അഹം ഭക്തപരാധീന, ഞാൻ ഭക്തന്മാർക്ക് പരാധീനനാണ്. എനിക്ക് എൻ്റെ ലക്ഷ്മി ദേവിയെക്കാളും മേലെയാണ് എൻ്റെ ഭക്തന്മാർ. ഞാൻ ഭക്തന്മാരുടെ ഹൃദയമാണ് ഞാൻ, എൻ്റെ ഹൃദയമാണ് എൻ്റെ ഭക്തന്മാർ. അതുകൊണ്ട് അംബരീഷനെ തന്നെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതും ആ മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ദുഷ്ടന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരെ വധിക്കുവാൻ ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായിട്ട് ഭഗവാൻ പരശുരാമൻ എന്ന പേരിൽ അവതരിക്കുന്നു. പിന്നീട് ആ പൂരൂരുവസൻ്റെ ചരിത്രം, യയാതിയുടെ ചരിത്രം, രന്തിദേവൻ്റെയൊക്കെ ചരിത്രം, ദുഷ്യന്തൻ്റെ ചരിത്രമൊക്കെ നവമസ്കന്ധത്തിൽ പറഞ്ഞ കൃഷ്ണാവതാര ചരിത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് നവമസ്കന്ധം സമാപിച്ചു. അപ്പോൾ അപ്പോഴാണ് അത് കേട്ടാൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നുള്ള പരീക്ഷത്തിൻ്റെ ആവശ്യപ്രകാരം ശ്രീശുഖബ്രഹ്മർഷി അത് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണു. 90 അധ്യായങ്ങളിലായിട്ട് ദശമസ്കന്ധത്തിനെ സൗകര്യത്തിനു വേണ്ടിയിട്ട് പൂർവാർദ്ധമെന്നും ഉത്തരാർദ്ധമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 49 അധ്യായങ്ങളാണ് പൂർവാർദ്ധത്തിലുള്ളത്. പിന്നീട് ഉള്ള 51 അധ്യായങ്ങൾ ഉത്തരാർദ്ധത്തിലും. കംസാദികളായ ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം കംസൻ്റെ കാരാഗ്രഹത്തിൽ വസുദേവൻ്റെയും ദേവയുടെയും പുത്രനായി അവതരിച്ചിട്ടുള്ള ഭഗവാൻ നന്ദഗോകുലത്തിൽ യശോദയുടെയും അതേപോലെ തന്നെ നന്ദഗോപരുടെയും പുത്രനായി വളർന്ന് ആ ഗോകുലവാസികളെ മുഴുവൻ തന്നെ ആനന്ദ സമുദ്രത്തിൽ ആറാടിപ്പിച്ചുകൊണ്ട് തന്നെ വധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അകൻ ഭഗൻ പൂതന തൃണാവർത്തൻ മുതലായിട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ വധിച്ച് ആ കംസൻ്റെ കൊണ്ടുവന്ന തേരിൽ കയറി അക്രൂരൻ്റെ കൂടെ മധുരയിലേക്ക് വന്ന മുഷ്ടികനെയും ചാണൂരനെയും വധിച്ച് കംസനെ വധിക്കുന്നു. പിന്നീട് ജരാസന്ധനുമായി യുദ്ധം ചെയ്യുന്നു. സമുദ്രമധ്യത്തിൽ ദ്വാരക നിർമ്മിച്ച യാദവന്മാരെ അങ്ങോട്ട് മാറ്റുന്നു. രുക്മിണിയെ വിവാഹം കഴിക്കുന്നു. പിന്നീട് സത്യഭാമ, ജാമ്പവതി മുതലായവരെ വിവാഹം കഴിക്കുന്നു. നരകാസുരനെ വധിച്ച് 16,000 കന്യകമാരെ മോചിപ്പിച്ച് അവരെ വിവാഹം കഴിക്കുന്നു. മഹാഭാരത യുദ്ധം എന്ന വ്യാജേന ഭൂമിക്ക് ഭാരമായിട്ടുള്ള അസുരന്മാരെ മുഴുവൻ, ദുഷ്ടരാജാക്കന്മാരെ മുഴുവൻ തന്നെ വധിക്കുന്നു. അതിൽ കൂടെ യുദ്ധമധ്യത്തിൽ വെച്ചാണ് അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. എന്താണ് ഗീതയുടെ സന്ദേശം? നാടും വീടുമില്ലാതെ അലഞ്ഞു തിരിയുന്ന 10,000 പാണ്ഡവന്മാരെയും ജന്മനാ ചണ്ടാലനായി പിറന്നു എന്ന കാരണത്താൽ സ്വന്തം പെരുവിരൽ ഗുരുദക്ഷിണയായി സമർപ്പിക്കേണ്ടി വന്നിട്ടുള്ള എണ്ണമറ്റ ഏകലവ്യന്മാരെയും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അധപ്പതനത്തിൽ നിന്ന് എന്നേക്കുമായി കരകയറ്റാൻ അർത്ഥകാമന്മാരായിട്ടുള്ള ദ്രോണാചാര്യന്മാരോടും
ഭരണപക്ഷാവധികളായിട്ടുള്ള അഭിനവ ഭീഷ്മാചാര്യന്മാരോടും സന്ധിയില്ലാത്ത സമരം ചെയ്യണമെന്ന് മുക്കുവത്തിയുടെ മകനായി പിറന്ന വേദവ്യാസൻ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ കൂടെ ഭാരതീയർക്ക് നൽകുന്ന ആഹ്വാനമാണ് ഗീതയിലെ ഓരോ ശ്ലോകത്തിലും നൽകി കേൾക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗീതോപദേശം കഴിച്ചു. പിന്നീട് ഭഗവാൻ തൻ്റെ അവതാര കാര്യങ്ങളൊക്കെ പരിസമാപ്തമാക്കി സ്വധാമമായിട്ടുള്ള ആ വൈകുണ്ഠത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ അവതാരം വരെ സ്വർഗാരോഹണം വരെയുള്ള ലീലകളാണ് ദശമസ്കന്ധത്തിൽ പ്രതിപാദ്യമായിട്ടുള്ളത്. ദശമസ്കന്ധത്തിലെ വിഷയം എന്താണ്? നിരോധമാണ്. എന്താണ് നിരോധം എന്ന് വെച്ചാൽ തടസ്സം. എന്താണ് ഇവിടെ തടസ്സമായിട്ടുള്ളത്? ജീവന് ഈശ്വരനെ കാണാൻ തടസ്സമായിട്ടുള്ള വസ്തു എന്താണെന്നും ആ തടസ്സത്തെ എങ്ങനെ നിഷ്പ്രയാസം ഇല്ലാതാക്കി സുഗമമായി ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും എന്നതാണ് 90 അധ്യായമുള്ള ഈ ദശമസ്കന്ധത്തിൽ കൂടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ജീവനെ ഈശ്വരനെ കാണാൻ തടസ്സമായിട്ടുള്ളത്? അഹങ്കാരമാണ്. അത് അത്ര വേഗം മടങ്ങുകയില്ല. അത് 3 വിധത്തിലാണ് അത് വികസിക്കുന്നത്. അതാണ് രജോഗുണം, അർത്ഥധാര പുത്രേഷണങ്ങൾ, ശരീരാഭിമാനം എന്നീ 3 വിധത്തിലാണ്. ഇതിനൊക്കെ ഓരോന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ രജോഗുണത്തെയാണ് കംസനായിട്ട് ചിത്രീകരിക്കുന്നത്, ശരീരാഭിമാനത്തെയാണ് ജരാസന്ധനായി ചിത്രീകരിച്ചിട്ടുള്ളത്, അർത്ഥധാര പുത്രേഷണങ്ങളെയാണ് ശിശുപാലനായി ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ കൂടെയാണ് കഥകളൊക്കെ പോകുന്നതും അതിനെ ഇങ്ങനെ ജയിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈശ്വരപ്രാപ്തി കൈവരിക്കാമെന്ന് ആ കഥകളിൽ കൂടെയൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നീടാണ് ഭഗവാൻ അവതാര കാര്യങ്ങളൊക്കെ പരിസമാപ്തമാക്കി സ്വധാമമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോഴാണല്ലോ ഉദ്ധവർ വന്ന് എന്നെ കൂടി ആ മാർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയണത്. മുക്തിസ്കന്ധം, ഏകാദശ സ്കന്ധം 31 അധ്യായങ്ങളെ കൊണ്ട് അലങ്കൃതമായത്. മോക്ഷമാകുന്ന സൗധത്തിലേക്ക് കയറാനുള്ള ആ 31 ചവിട്ടുപടികളാണ്, സോപാനങ്ങളാണ് ഈ ഏകാദശ സ്കന്ധത്തിലെ 31 അധ്യായങ്ങളും തന്നെ. അപ്പോൾ എന്താണ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞത്? ത്വം തു സർവം പരിത്യജ്യ സ്വജനം, അങ്ങ് സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള ആ അടുപ്പത്തെ മുഴുവൻ തന്നെ ഉപേക്ഷിച്ച് മനസ്സ് പരിപൂർണമായി ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് പരമവിരക്തന്മാർക്കും ജ്ഞാനികൾക്കും ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാനെ. സാധാരണ ഈ ശരീരാഭിമാനമുള്ള അവർക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് ഉദ്ധവർ ചോദിച്ചതിന് ആ ശരീരാഭിമാനം നീങ്ങാനുള്ള ഉപദേശങ്ങൾ അങ്ങനെ നൽകണു. നിമി നവയോഗി സംവാദത്തിൽ കൂടെ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണു. യദു അവധൂത സംവാദത്തിൽ കൂടെ 24 ഗുരുനാഥന്മാരുടെ തത്വത്തിൽ കൂടി പരമമായിട്ടുള്ള തത്വത്തെ ബോധിക്കുന്നു. പിന്നെ ഭഗവാൻ നേരിട്ട് ഉദ്ധവർക്ക് ഉപദേശത്തിലൂടെയും ആ പരമമായിട്ടുള്ള ജ്ഞാനം ഒക്കെ ഉപദേശിച്ച് ആ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഉദ്ധവരെ ഭഗവാനെ നമസ്കരിച്ച് എൻ്റെ ശരീരാഭിമാനം ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ മെതിരികളെടുത്ത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബദരികാശ്രമത്തിലേക്ക് പോയി അവിടെ ഭഗവാനെയും ധ്യാനിച്ചുകൊണ്ട് ആ പരമപദത്തെ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മുക്തിസ്കന്ധം എന്ന് പറയുന്ന ഏകാദശ സ്കന്ധവും അവസാനിച്ചു. പിന്നീട് പറയാൻ പോകുന്നത് ആശ്രയം അല്ലെങ്കിൽ കൈവല്യപ്രാപ്തി എന്ന ആ വിഷയത്തെക്കുറിച്ചാണ് 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്. ആ 12ാമത്തെ സ്കന്ധത്തിലെ താത്വികോപദേശം പരീക്ഷിത്ത് മഹാരാജാവിന് ചെയ്യുന്ന ആ ബ്രഹ്മോപദേശമാണ്. അദ്ദേഹത്തെ കൈവല്യത്തിലേക്ക് പരമകല്യാണ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആ സ്ഥിതിയാണ് പറയണത്. അതിനോടനുബന്ധിച്ച് അനവധി കാര്യങ്ങൾ, കലികാലത്തിൻ്റെ വർണ്ണന, കലിയിൽ വരാൻ പോകുന്ന രാജാക്കന്മാരുടെ വർണ്ണന, ഈ കലികാലം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും. പിന്നെ 4 വിധ പ്രളയങ്ങളെക്കുറിച്ചുള്ള വിവരണം, പുരാണങ്ങളുടെ അഥർവവേദത്തിൻ്റെ വിവരണം, പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷി നൽകുന്ന ബ്രഹ്മോപദേശം, പരീക്ഷത്തിൻ്റെ മുക്തി, ജനമേജയ മഹാരാജാവ് ചെയ്യുന്ന സർപ്പയാഗം, പിന്നീട് വേദശാഖയുടെ പ്രണയനം, യാജ്ഞവൽക്കിന് ഗുരുഭ്രഷ്ടത്താൽ ആചാരഭ്രഷ്ടനായിട്ടുള്ള സംഭവമൊക്കെ ദ്വാദശ സ്കന്ധത്തിൽ പറയുന്നു. പിന്നീട് ഭഗവാന്റെ സാങ്കോപാംഗ വർണ്ണന, അവസാനം ഇപ്പം നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് കേട്ടിട്ടുള്ള മാർക്കാണ്ഡേയൻ്റെ പുണ്യപ്രദമായിട്ടുള്ള ചരിത്രം. ഒരു പുരാണം ഉപസംഹരിക്കുമ്പോൾ പല ഔചിത്യങ്ങളും നോക്കാനുണ്ട്. പുരാണങ്ങളുടെ ആചാര്യനാണ് മാർക്കാണ്ഡേയ മഹർഷി. അപ്പോൾ ആചാര്യനെ സ്മരിക്കുക എന്ന ആ കൃത്യം അവിടെ ഭംഗിയായിട്ട് അദ്ദേഹം അതും നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള മാർക്കാണ്ഡേയ ചരിതം ഒക്കെ പറഞ്ഞുകൊണ്ടാണ്
ഈ ഭാഗവതത്തിലെ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സമർപ്പിക്കുന്നത്. ഇതി ചോക്കതം ദ്വിജശ്രേഷ്ഠായൽ പൃഷ്ടോഹമികാത്മിവാ ലീലാവതാര കർമാണി കീർത്തിദാനീഹ സർവശാ. സൂതൻ ശൗനകാദികളായ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ മഹർഷിമാരെ, നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് കേൾക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പതിതസ്കലിതശ്ചാർത്ത മർത്യോ വാ വിവശോ ബ്രുവൻ ഹരയേ നമയിത്യുച്ചൈർ മുച്യതേ സർവപാതകാത്. ഇപ്പം നമ്മൾ ആപത്തിൽ പെടുക, വീഴുക, വിഷമത്തിലാവുക, ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഹരയേ നമ, ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം എന്നവരൊക്കെ അങ്ങോട്ട് കീർത്തിക്കുകയാണെങ്കിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നീട് വീണ്ടും ആ സൂത പൗരാണികൻ പറയാണ്, ഭക്തിയോടുകൂടി ഭഗവത് നാമം കീർത്തിച്ചാൽ ആ ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിച്ച് അതിവേഗത്തിൽ പാപത്തെ ഇല്ലാതാക്കും. സൂര്യൻ ഇരുട്ടിനെ എപ്രകാരമാണോ ഇല്ലാതാക്കുന്നത്, അതേപോലെ ആ ഭഗവാനെ ഒഴികെ മറ്റെന്തിനെക്കുറിച്ച് പറഞ്ഞാലും ആ വാക്കുകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അത് നാവിനെ ദുഷിപ്പിക്കുന്നതാണ്. ഭഗവാനെക്കുറിച്ചുള്ള വാക്കുകൾ മാത്രമാണ് സത്യമായിട്ടുള്ളത്, അതുമാത്രമാണ് മംഗളമായിട്ടുള്ളത്, അതുമാത്രമാണ് പുണ്യമായിട്ടുള്ളത്. ഭഗവാന്റെ ലീലയെ വർണ്ണിക്കുന്ന കവിതയെ സജ്ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ രാമായണം, ഭാരതം, ഭാഗവതം ഇതൊക്കെ എത്രയോ കാലങ്ങളായല്ലോ ഉണ്ടായത്. ഇന്നും തന്നെ പുതുതായിട്ടിരിക്കുന്നത് എന്താണ്? അതിൽ മുഴുവൻ തന്നെ ഭഗവത് മഹിമകളാണ് വർണ്ണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് അത്രയും പ്രാധാന്യം. പിന്നീട് ഭക്തിയുടെ മഹിമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭക്തി സർവ്വപാപങ്ങളെയും നശിപ്പിക്കും, ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ നമ്മളെ സഹായിക്കും. ഭക്തിയില്ലെന്നാകിൽ 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും സിദ്ധിക്കയില്ല കൈവല്യവും. രാമായണത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ പല ഭാഗങ്ങളിലായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഋഷിമാരെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്നാണ് സൂതൻ പറയുന്നത്. കാരണം എന്താണ്? അതാണ് ഈശ്വരൻ്റെ ഭജനം നടത്താനും ഭാഗവതം കേൾക്കാനും നിങ്ങൾക്ക് സാധിച്ചത്. ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ച ഭാഗവതം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിൽ ഞാനും ധന്യനായി, എനിക്കും കൃതാർത്ഥതയുണ്ട് എന്നതാ സൂതൻ പറയുകയാണ്. എല്ലാവരും അവശ്യം അറിയേണ്ടതായ വാസുദേവൻ്റെ മഹിമയാണ് ഞാൻ നിങ്ങളെ കീർത്തിച്ചത്. ഇതിൻ്റെ ശ്രവണം സകലവിധ അശുഭങ്ങളെയും ഇല്ലാതാക്കും, കലിദോഷം ഇല്ലാതാക്കും. ഇത് ശ്രീഹരിയുടെ മഹിമകൾ ഭാഗവതത്തിൽ എന്ന പോലെ വേറെ എവിടെയും ഇത്രയും പ്രതിപാദിച്ചിട്ടില്ല. ഇങ്ങനെ ആ ഭഗവാന്റെ മഹിമകളൊക്കെ പറഞ്ഞ് ആ ഭാഗവതം ഉപദേശിച്ചിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് ആ ദ്വാദശ സ്കന്ധം അവിടെ സമർപ്പിച്ചത്. പിന്നീട് 12-ാമത്തെ അധ്യായത്തിൽ, അത് 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാം അധ്യായത്തിൽ 23 ശ്ലോകങ്ങളെ കൊണ്ട് അലങ്കൃതമാണത്. ആ സൂതൻ ആദ്യമായിട്ട് ഭാഗവത പ്രതിപാദനായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈ എന്നുള്ള ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. അപ്പോൾ ഈ പിന്നീട് ആ പുരാണങ്ങളിലുള്ള ശ്ലോകസംഖ്യയെക്കുറിച്ച് പറയണു. 18 പുരാണങ്ങളിലും കൂടി 4 ലക്ഷം ശ്ലോകങ്ങളാണ്. അതിൽ ഈ സ്കന്ദപുരാണത്തിലാണ് ഏറ്റവും അധികം ശ്ലോകമുള്ളത്, 81,100 ശ്ലോകം. ഏറ്റവും കുറവുള്ളത് മാർക്കണ്ഡേയ പുരാണത്തിലാണ്. നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗവതത്തിൽ 18,000 ഗ്രന്ഥങ്ങളാണുള്ളത്. ഗ്രന്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ തൊട്ടെണ്ണിയാൽ ചിലപ്പോൾ 18,000 ശ്ലോകങ്ങൾ കണ്ടുവന്ന് വരില്ല. കാരണം ഒരു ഗ്രന്ഥം എന്ന് വെച്ചാൽ വൈദിക ഭാഷയിൽ ഗ്രന്ഥം എന്നതിന് 32 അക്ഷരങ്ങളുള്ള അനുഷ്ഠുപ വൃത്തത്തിലുള്ള ഒരു ശ്ലോകത്തിനാണ് ഗ്രന്ഥം എന്ന് പറയുക. അങ്ങനെ 32 അക്ഷരങ്ങളാക്കി നിർത്തിയിട്ടുള്ള 18,000 ഗ്രന്ഥങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. അതേപോലെ തന്നെ ആദിയും അവസാനവും മധ്യത്തിലുമൊക്കെ ഭഗവാന്റെ മാഹാത്മ്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സർവവേദാന്ത സാരമാണിത്. കൈവല്യൈക പ്രയോജനം. ഭാഗവതം ഒരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രമാകുമ്പോൾ പല വിധത്തിലുള്ള അതിന് അധികാരി ആരാണ്, അതിൽ പ്രതിപാദിക്കുന്ന വിഷയമെന്ത്, അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളൊക്കെ വേണം ശാസ്ത്രത്തിന്. അപ്പോൾ ആരാണ് ഇതിൻ്റെ അധികാരി? ഈ ജനനമരണ സ്വരൂപമായിട്ടുള്ള ഈ മൃത്യുസ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്ന മുമുക്ഷുവാണ് ഇതിന് അധികാരി. എന്താണ് ഇതിലെ പ്രതിപാദ്യമായ വിഷയം? ബ്രഹ്മമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. എന്താണ് പ്രയോജനം? കൈവല്യൈക പ്രയോജനം.
കൈവല്യമാണ് പ്രയോജനം, സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഭാഗവതം പൃഷ്ഠപതി മാസത്തിൽ അതും ദാനമാഹാത്മ്യം കൂടി നമുക്ക് പറയാനുള്ളൊരു വിഷയമായിട്ട് ഇതിൽ പെടുത്തിയിട്ടുണ്ട്. ഈ പൃഷ്ഠപതി മാസം എന്ന് വെച്ചാൽ ചിങ്ങമാസത്തിൻ്റെയും കന്നിമാസത്തിൻ്റെയും ഇടയിലുള്ള ആ വാവ് ദിവസം ഭാഗവതം ദാനം ചെയ്യുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഇങ്ങനെ നദികളിൽ വെച്ച് ഗംഗ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതേപോലെ ദേവന്മാരിൽ വെച്ച് വിഷ്ണു ശ്രേഷ്ഠമാണ്. അതേപോലെ പുരാണങ്ങളിൽ വെച്ച് ഭാഗവതമാണ് ശ്രേഷ്ഠം. വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് മഹാദേവനാണ്. പരമമായിട്ടുള്ള ജ്ഞാനമാണ് ഇതിലെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിച്ചത്. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭാഗവതം ഇവിടെ സമർപ്പിക്കുകയും ചെയ്യണു. അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിവിടെ സമർപ്പിക്കുന്നത്. ഇനി ഭാഗവതത്തിൻ്റെ സമർപ്പണ ചടങ്ങ് സ്വാമിജിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ട്. ആ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സ്വാമിജി നമ്മളോട് പറയും. സർവൈശ്വര്യവതിയും സർവമംഗളസ്വരൂപനുമായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ഭക്തി ഉണ്ടാവട്ടെ. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്ധ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.